നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഐശ്വര്യടുത്തി, ആത്മവിശ്വാസം നല്ലതാ, പക്ഷെ അത് അധികമാവുമ്പോ അഹങ്കാരത്തിന്റെ ഒരു സ്വഭാവം വരും. അഹങ്കാരം മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അഹങ്കരിക്കാനുള്ള ഐറ്റമൊക്കെ കയ്യിലുണ്ടെങ്കിലേ അഹങ്കരിക്ക തന്നെ വേണം ശ്യാമേ. മത്സരത്തിന് ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. ഞാൻ സ്നേഹത്തോടെ വീണ്ടും പറയുക, നിങ്ങൾ രണ്ടും മത്സരിച്ച് തോക്കാൻ നിൽക്കണ്ട, മാറിക്കോ. ഞാൻ ആരുടെയും വശം പറയല്ല. എന്നാലും മുഖലക്ഷണം വെച്ച് നോക്കുമ്പോ ഐശ്വര്യമോള് ജയിക്കാനാ സാധ്യത. ഐശ്വര്യമോളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവര് രണ്ടുപേരും മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കില് തിരിച്ചൊരു ഉപകാരമായിട്ട് മോളെ എന്ത് ചെയ്യും? അത് ന്യായമായ ചോദ്യം. നിങ്ങൾ 2 പേരും പറയുന്ന 2 പേർക്ക് ഞാൻ ജോലി കൊടുക്കും. എന്റെ ഐശ്വര്യേ, നിനക്ക് ഈ നടക്കാത്ത സ്വപ്നങ്ങൾ കണ്ട് കൊതി തീർന്നില്ലേ? നോക്ക്, നടക്കാൻ പോകുന്നത് ബുദ്ധി പരീക്ഷയാ, ശക്തി പരീക്ഷയല്ല. ശക്തി കൊണ്ട് നീ കുറെ പേരെ ദ്രോഹിച്ചിട്ടുണ്ട്, ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷെ ബുദ്ധിയില്ലാത്തത് കാരണം അതൊന്നും അത്രയ്ക്ക് വിജയിപ്പിക്കാൻ പറ്റിയിട്ടില്ല. കമ്പനിയും കുടുംബവും നിന്റെ കീഴിൽ കൊണ്ടുവരണം, അതല്ലേ ഉള്ളില്. അഥവാ ഞങ്ങൾ അതിന് സമ്മതിച്ചാലും ദൈവം എന്ന് പറയുന്ന ഒരാൾ അതിന് സമ്മതിക്കില്ല. എന്തിനാ വെറുതെ ഐശ്വര്യടുത്തി പറയുന്നതിനൊക്കെ ഉത്തരം പറയാൻ നിൽക്കുന്നേ? പരീക്ഷയ്ക്ക് 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്തിനാ തർക്കം? ഓ, ഭക്തമീര പ്രഭാഷണം തുടങ്ങിയല്ലോ. കളിയാക്കണ്ട ഐശ്വര്യടുത്തി. ഐശ്വര്യടുത്തിയെ സംബന്ധിച്ച് വിളക്ക് കൊളുത്തി പൂജ ചെയ്യുന്നത് മാത്രമാണ് ഭക്തി. എന്നെ സംബന്ധിച്ച് ഭക്തി എന്ന് പറയുന്നത് സ്നേഹ. ആ സ്നേഹത്തെയാ ഞാൻ കൃഷ്ണൻ എന്ന് പേരിട്ട് വിളിക്കുന്നത്. എനിക്ക് കൃഷ്ണനാണെങ്കിൽ വേറൊരാൾക്ക് മറ്റൊരു ദൈവം. വിളക്കിനെയും സ്നേഹമായിട്ടേ കാണുന്നുള്ളൂ. സ്നേഹത്തെക്കുറിച്ച് വലിയ പിടിയില്ലാത്തോണ്ടാ ഐശ്വര്യടുത്തി ഭക്തിയെ കളിയാക്കുന്നത്. എന്തായാലും മത്സരം കഴിഞ്ഞ് ഫലം വരട്ടെ, അപ്പൊ കാണാലോ ആര് ജയിക്കുന്നു. ആഹാ, 3 പേരും ഉണ്ടല്ലോ. നിങ്ങൾ 3 പേരോടും എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ അമ്മേ? നിങ്ങളിൽ മത്സരത്തിൽ ജയിക്കുന്ന ആൾക്ക് എന്റെ വക ഒരു പ്രത്യേക സമ്മാനമുണ്ട്. വളരെ വിലപിടിപ്പുള്ള ഒരു സമ്മാനമായിരിക്കും അത്. ജയിക്കുന്ന ആളിനെ ഞാൻ വിളക്കൊഴിഞ്ഞ് സ്വീകരിക്കും. അവർക്ക് വേണ്ടി വീടും ഒരുക്കും. ജയിച്ചു വരുന്ന ആളിന്റെ മനസ്സിലെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം ഞാൻ സാധിച്ചു തരും. ജയിക്കുന്ന ആളിന് എന്റെ മുകളിൽ സ്ഥാനവും തരും. വിജയിക്കുന്ന ആളിനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ അമ്മ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമയും ചോദിക്കും. ദേ, ഇനി അവസാന ദിവസങ്ങളാ. ആത്മാർത്ഥതയോടെ പഠിക്കണം. കമ്പനിയുടെയും കുടുംബത്തിന്റെയും കീർത്തി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.